മുൻ MLA വക്കച്ചൻ കൂത്താട്ടുപറമ്പിൽ മുഖ്യപ്രതിയായ രാഖി പീഡന കേസിന്റെ ശിക്ഷാവിധി ഇന്ന്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് നിഷ്ഠൂരമായ ഈ കൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നാക്കിയത്. ഈ കേസിലെ ഒന്നാം പ്രതിയും ജനപ്രതിനിധിയുമായ കൂത്താട്ടുപറമ്പിൽ ലോനപ്പൻ മകൻ വക്കച്ചന്റെ ഭാര്യ സെറീനയുടെ സാക്ഷിമൊഴി ഈ കേസിൽ നിർണായകമായി. സ്ത്രീത്വം ചവിട്ടി മെതിക്കപ്പെടുന്നതിനെതിരെ സമൂഹ മനസാക്ഷി ഉണരേണ്ടതുണ്ട്. നിയമത്തിന്റെ പരിരക്ഷ അത്യാവശ്യവുമാണ്. ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 370, 376D, 376A എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതികൾ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതാണെന്ന് പ്രോസിക്യൂഷൻ സംശയാതീതമാം വിധം തെളിയിച്ചിട്ടുള്ളതിനാൽ 1 മുതൽ 5 വരെ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ ഈ കേസിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് സർ എങ്ങനെ പ്രതികരിക്കുന്നു? പ്രതികൾക്ക് അവരർഹിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. ഈ കേസിന് ഇങ്ങനെയൊരു വിധി ഉണ്ടാവുന്നതിൽ സെറീനയുടെയും ലേഖയുടെയും റോൾ വളരെ വലുതായിരുന്നു, മറക്കില്ല. നിങ്ങളുടെ ഭർത്താവടക്കം എല്ലാവർക്കും പരമാവധി ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മാഡം എങ്ങനെ പ്രതികരിക്കുന്നു? ഈ വിധിയിൽ എനിക്ക് സന്തോഷമുണ്ട്. രാഖി അനുഭവിച്ച പീഡനം, ആ കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ, ഇനി ഒരു സ്ത്രീക്കും ഇങ്ങനൊരു ദുരന്തമുണ്ടാവരുത്. ഇതിനെക്കുറിച്ച് ലേഖയ്ക്ക് പറയാനുള്ളത്? മാധ്യമധർമ്മം സത്യാന്വേഷണമാണെന്ന് തെളിയിക്കാൻ ലഭിച്ചൊരവസരം. ഞാനത് നിറവേറ്റി. എല്ലാം നന്നായി വന്നതിൽ സന്തോഷം. അങ്ങനെ അഡ്വക്കേറ്റ് മാത്തൻ തരകന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ഇതുകൊണ്ടൊന്നും പീഡനങ്ങളോ കുറ്റകൃത്യങ്ങളോ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ അലക്സേ. ആരും ഒരു പാഠവും പഠിക്കാനും പോകുന്നില്ല. சார் வணக்கம் சார். வேலை எப்படி இருக்கு? நீங்க செஞ்ச உதவிக்கு ரொம்ப நன்றி சார். சரி சரி. ഒന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയപ്പോ പോലീസുകാരൻ മനുഷ്യനായല്ലേ. അന്ന് വെട്ടുകൊണ്ട് വീണപ്പോ രക്ഷിക്കാൻ അയാളെ ഉണ്ടായിരുന്നുള്ളൂ. സാർ, മുഹമ്മദ് ഡോക്ടർക്ക് സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. മുഹമ്മദ് ചെയ്തത് വലിയൊരു ഓഫൻസാണ്. അതിൽ സാറെടുത്ത ഡിസിഷൻ എന്നെ ഞെട്ടിച്ചു. വേണമെങ്കിൽ ആ പണവും എടുത്ത് അന്ന് ഇവനെ എന്നെ ഉപേക്ഷിച്ചു പോകാമായിരുന്നു. പക്ഷേ ഇവൻ എന്റെ ജീവൻ രക്ഷിച്ചു. അതിൽ കുറച്ച് പണം കൊണ്ട് ഈ മോളുടെ രോഗം ഭേദമാക്കാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. പക്ഷേ ഒരു കാര്യം ഈ മുഹമ്മദ് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. എടുത്ത പണം ഇവൻ ജോലി ചെയ്ത് തന്നെ വീട്ടുമെന്ന്. അത് ഇവന്റെ അവകാശം, അഭിമാനം. അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നോവലായി യുവ മലയാളി എഴുത്തുകാരി അഭിരാമിയുടെ മരം പെയ്യുമ്പോൾ എന്ന കൃതി തിരഞ്ഞെടുക്കപ്പെട്ടു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഭിരാമി ഇപ്പോൾ ഒരു സുഹൃത്തിന്റെ സംരക്ഷണയിലാണ്. ഏറെ താമസിയാതെ സാധാരണ ജീവിതത്തിലേക്ക് അഭിരാമി തിരിച്ചെത്തുമെന്നാണ്. നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള അഭിരാമിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ആദ്യമാണ്. നോവലിലെ പ്രമേയത്തിന്റെ പുതുമയും അതിന്റെ ശൈലിയും ജൂറിയുടെ പ്രത്യേക പ്രശംസയ്ക്ക് അർഹമായി. പാതി വഴിയിൽ അവസാനിച്ചു പോകുമായിരുന്ന എന്റെ ജീവിതം എനിക്ക് തിരികെ തന്നത് നിങ്ങൾ രണ്ടുപേരും. എനിക്ക് തന്ന കെയറിനും പ്രൊട്ടക്ഷനും ഐ ആം റിയലി കമ്മിറ്റഡ് ടു യു. ഞങ്ങളല്ലേ ഇത് പറയേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നു അബിയുടെ എല്ലാ പരിശ്രമങ്ങളും. മനു, ഫംഗ്ഷനിന് ലേറ്റ് ആക്കണ്ട. ഈ ഫംഗ്ഷൻ ഇപ്പൊ ഇരട്ടി മധുരമായി. കുഞ്ഞിന്റെ ബർത്ത്ഡേയും അഭിരാമിയുടെ അവാർഡും. അപ്പൊ നമുക്ക് തുടങ്ങാം. 2 minutes, രണ്ടുപേരും കൂടെ വരാനുണ്ട്. ആരാ രണ്ടുപേര്? ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ജീവിതത്തിൽ സൗഹൃദത്തിന്റെ പല പല മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പല സാഹചര്യങ്ങളും. എന്നെ സഹായിക്കാത്തവരോട് എനിക്ക് യാതൊരു പിണക്കവുമില്ല. പക്ഷേ യാതൊരു പരിചയമില്ലാത്ത എന്നോട് ഇവർ കാണിച്ച സത്യസന്ധത ഇവരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാക്കി. നമ്മളിൽ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ തിരിനാളം കെട്ടുപോയിട്ടില്ല. അതിനെ ഊതിക്കെടുത്താതിരിക്കുക. നമ്മളിലാണ് ദൈവം. അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഇവിടം ദൈവത്തിൻ്റെ സ്വന്തം നാടാവും. മണ്ണിൽ പതിയും ഈ സൂര്യമിഴി